ഗൈസ്, ഇന്ന് വിനായക ചതുർത്ഥി ആണെങ്കിൽ പോലും ഞാൻ അമ്പലത്തിൽ പോകാൻ വലിയ പ്ലാനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഗണപതിയെ പോയി കണ്ടേക്കാന്ന് കേട്ടോ. അങ്ങനെ ഞാൻ പഴവങ്ങാടി ക്ഷേത്രത്തിലാണ് പോകുന്നത്. എനിക്ക് ഗണപതിയെ കാണണം എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ ഞാൻ പഴവങ്ങാടിയിലാണ് കേട്ടോ പോകുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര തിരക്ക് കാണുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ ചെരുപ്പ് പോലും കാണാനില്ലായിരുന്നു. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ തേങ്ങ മേടിക്കാൻ വേണ്ടി മറന്നു കേട്ടോ. പിന്നെ അകത്ത് നിന്നപ്പോൾ എന്തോ ഭാഗത്തിന് തേങ്ങ ഉണ്ടായിരുന്നു. അവിടെ ചെന്നെങ്കിൽ തൊഴാനും പറ്റത്തില്ല. സാധാരണ ഇങ്ങനെ ഫെസ്റ്റീവ് സമയത്തൊന്നും ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി വരാറില്ല. കാരണം നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തില്ല. നമ്മുടെ ചിന്തിക്കുമ്പോഴത്തേക്ക് മതി 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 പൊക്കോ എന്ന് പറയും. എനിക്കങ്ങനെ കേൾക്കുമ്പോൾ കലി വരും കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇത്ര മണിക്കൂർ ക്യൂ നിന്നിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് മതി പൊക്കോളാൻ പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി വരത്തില്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പൂവൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ എനർജി എല്ലാം അങ്ങ് പോയി. പിന്നെ ഞാൻ നേരെ കടയിലോട്ട് പോയിട്ട് ഇവിടുന്ന് ഒരു ബദാം മിൽക്കൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ തിരിച്ച് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ തരത്തിൽ സ്കൂട്ടിയിൽ തിരിച്ച് ഞങ്ങൾ മഴയിൽ നനഞ്ഞ് കുതിർന്നൊരു പരുവമായിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ അത്രയുള്ള ഗൈസ്, സീ യു ഇൻ ദി നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.